ഗുജറാത്ത് കലാപത്തിന് നേതൃത്വം നൽകിയ വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് ബാബു ബജ്രംഗി മുസ്ലിമാണെന്ന ഒറ്റ കാരണത്താൽ മനുഷ്യന്റെ പച്ചമാംസം വെട്ടിനുറുക്കിയതും ചുടുചോരയിൽ ആനന്ദ നിർവൃതി അണഞ്ഞതിനെക്കുറിച്ചും 2007 തെഹൽക്കൽക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. മുസ്ലിങ്ങളെ ഞങ്ങൾ വെട്ടിനുറുക്കി, കത്തിച്ചു, അങ്ങനെ പലതും ചെയ്തു, പലതും. അവരെ ചുടണമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം ആ ബാസ്റ്റേഴ്സ് പറയുന്നത് അവരെ ചുടാൻ പാടില്ലെന്നാണ്. അതവർ ഭയക്കുന്നത് കൊണ്ട് അവർക്ക് അത് തന്നെ സംഭവിക്കണം. ആ അഭിമുഖത്തിന്റെ ഏറ്റവും ഒടുവിൽ മുസ്ലിങ്ങളെ കൊന്നപ്പോൾ താങ്കൾക്ക് എന്താണ് അനുഭവപ്പെട്ടതെന്ന ചോദ്യത്തിന് ബാബു ബജ്രംഗി പറഞ്ഞ മറുപടി മാസാ ആത്താ ഹേ നാ സാഹിബ്, ഞാൻ ആസ്വദിക്കുകയായിരുന്നു സുഹൃത്തെ എന്നാണ്. 2000-ഓളം ആളുകളെ കൊന്നുതള്ളിയ ഗുജറാത്ത് കലാപത്തിന്റെ ചരിത്രം, ബിൽക്കിസ് ബാനു എന്ന സ്ത്രീയെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലിട്ട് മാറി മാറി പീഡിപ്പിച്ച ചരിത്രം, ഹിമാ കൗസർ എന്ന ഗർഭിണിയെ പീഡിപ്പിച്ച ഗർഭസ്ഥ ശിശുവിന്റെ ഭ്രൂണം ശൂലത്തിൽ കുത്തിയെടുത്ത് അവളുടെ ശരീരത്തോടൊപ്പം തീവച്ച ചരിത്രം, എൻക്വയറി കമ്മീഷന് മുന്നിൽ ഹാജരായ ഹാരേൻ പാണ്ഡ്യ എന്ന ആഭ്യന്തരമന്ത്രി പോലും കൊല്ലപ്പെട്ട ചരിത്രം. ഈ നാടിന് ഇതൊന്നും ഓർക്കാൻ ഒരു ചിത്രത്തിന്റെയും ആവശ്യമില്ലെന്ന് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കട്ടെ. ഗുജറാത്ത് കലാപം എന്ന പേരിൽ കൊന്നുതള്ളിയ മനുഷ്യരുടെ ചോര സംഘപരിവാർ എത്ര മായ്ച്ചു കളയാൻ ശ്രമിച്ചാലും, എത്ര വെട്ടിമാറ്റിയാലും, എത്ര പേരുമാറ്റിയാലും ഉണങ്ങില്ല. ഫാസിസ്റ്റുകൾ ഭയക്കുന്നത് ചരിത്രത്തെ മാത്രമാണെന്നിരിക്കലും ആ ഭയത്താൽ യാഥാർത്ഥ്യത്തിനുമേൽ കത്തിവെക്കേണ്ടി വരുന്നതും ഈ കാലത്തിന്റെ ഗതികേടിനാലാകണം. ഔറംഗസീബിന്റെ ചരിത്രത്തെ സിനിമയായി വളച്ചൊടിച്ച് പാർലമെന്റിൽ പ്രദർശിപ്പിക്കുന്ന കാലത്ത് ഗുജറാത്തിൽ സംഘപരിവാർ നടത്തിയത് കലാപമല്ല, മുസ്ലിം വംശഹത്യയായിരുന്നുവെന്ന് ആവർത്തിച്ചു പറയാൻ ചങ്കുറപ്പുള്ള ഒരു തലമുറ ഇവിടെ ശേഷിക്കുന്നുണ്ടെന്ന് വംശഹത്യയുടെ ആനുകൂല്യത്തിൽ പ്രധാനമന്ത്രി വരെ ആയവർ ഓർക്കുന്നത് നല്ലതാകും. അധികാരത്തിന്റെ അഹംഭാവത്തിൽ ചരിത്രത്തെ വളച്ചൊടിക്കുന്നവരോടാണ്. ഗാന്ധി സ്വയം നിറയൊഴിച്ചതല്ല, ബാബരി മസ്ജിദ് ഭൂകമ്പത്തിൽ തകർന്നു വീണതല്ല, ഗുജറാത്തിൽ മനുഷ്യർ സ്വയം നെഞ്ചിൽ വാൾ കുത്തിയിറക്കിയതുമാണ്.